ഇന്നൊരു വെള്ളക്കാരയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കണ്ണൂർക്കാരുടെ സ്വന്തം അപ്പമായ വെള്ളക്കാരയപ്പം. കണ്ണൂരിന് പുറത്തുള്ളവർ ഇതിന് കണ്ണൂർക്കാരയപ്പം എന്ന് പറയുന്ന കേൾക്കാറുണ്ട്. ശരിക്കും ഇത് നമ്മളൊക്കെ വെള്ളക്കാരയപ്പം എന്നാണ് പറയാറ്. എന്ത് സ്പെഷ്യൽ പ്രോഗ്രാം, എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഈ ഒരു കാരയപ്പം മസ്റ്റാണ് കണ്ണൂർക്കാർക്ക്. നമ്മൾ ബേക്കറിയിൽ നിന്നാണ് പൊതുവെ ഇത് വാങ്ങിക്കാറ്. ശരിക്കും നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കുന്നില്ലേ, ഉണ്ണിയപ്പത്തിൻ്റെ ടേസ്റ്റിൽ നിന്ന് ഒരുപാട് ഡിഫറെൻ്റ് ആണ്. ഇതിൻ്റെ ഒരു ടേസ്റ്റ് നല്ല പഞ്ചസാര ചേർത്താണ് നമ്മൾ ഉണ്ടാക്കുന്നത്, പക്ഷേ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഇത് ഈസ്റ്റ് ചേർത്തിട്ട് ഉണ്ടാക്കുക, ബേക്കിംഗ് സോഡ ചേർത്തിട്ട് ഉണ്ടാക്കുക. ഞാനിവിടെ ബേക്കിംഗ് സോഡ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാനിവിടെ 1 കപ്പ് പച്ചരി ഒരു 4 മണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞിട്ടുണ്ട്. ആ അരിയെടുത്ത് അതേ കപ്പ് തന്നെ 1 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് 1 കപ്പ് പഞ്ചസാരയാണ്. ആ അരിയും ചോറും എടുത്ത് അതേ കപ്പ് തന്നെ 1 കപ്പ് പഞ്ചസാര കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈസ്റ്റ് ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഈ ഒരു ടൈമിൽ തന്നെ ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. അതായത് നമ്മൾ വെള്ളയപ്പത്തിൻ്റെയൊക്കെ ചേർക്കുന്നില്ലേ, അതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് മഷി പോലെ നിരക്കണ്ട, ഒരു തരുപരുപ്പായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ വെള്ളയപ്പത്തിൻ്റെ ആ ഒരു മാവില്ലേ, ആ ഒരു കട്ടിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഒരുപാട് കട്ടിയിലുമല്ല, ഒരുപാട് ലൂസായിട്ടുമല്ല. ഇതിവിടെ അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഒരു 8 മണിക്കൂർ മുതൽ 10 മണിക്കൂർ വരെ അടച്ചു വെക്കാം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ അപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടും. ചിലർ ഇതിൽ പഴമൊക്കെ ചേർക്കാറുണ്ട്. നമ്മളിതിൽ പഴമൊന്നും ചേർക്കുന്നില്ലേ. അങ്ങനെ ഒരു 8 മണിക്കൂറിന് തുറന്ന് നോക്കുമ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് പൊളിച്ച് പൊന്തിയിട്ടൊന്നുമില്ല, കുറച്ചൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് തിക്കായിട്ടുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചൊന്ന് തിക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കായ് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കാം. ഈസ്റ്റ് ചേർക്കുന്നുണ്ടെങ്കിൽ പിന്നെ ബേക്കിംഗ് സോഡേൻ്റെ ആവശ്യമില്ല. ഈസ്റ്റ് ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി, ഒരുപാട് ചേർത്ത് കൊടുക്കരുത്. ഈസ്റ്റ് ചേർക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ ബേക്കിംഗ് സോഡയും ഏലക്കായ്പ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ചുട്ടെടുക്കാൻ തുടങ്ങാം. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഒരു മീഡിയം ചൂടിലായിരിക്കണം എണ്ണ എപ്പോഴും. ഇനി ഇതിലേക്ക് കുഴിയിലേക്ക് നമുക്കൊരു 1/4 ഭാഗത്തോളം മാവ് ഒഴിച്ചു കൊടുക്കാം. കുഴിയിൽ ഒരുപാട് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ഉണ്ണിയപ്പമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതിൽ ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ പെട്ടെന്ന് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കണം. ഇത് കളറ് ചേഞ്ച് ആവുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് മാവ് കുറച്ച് പുറത്തേക്ക് വരുന്നത് കാണാം. അത് അങ്ങനെ വരണം, എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു അപ്പം ശരിയാവൂ. നാട്ടിൽ നിന്ന് ഉമ്മയൊക്കെ പറയും അമ്മയും കുഞ്ഞിയും, അമ്മയും കുട്ടിയും ആവണം, എന്നാൽ മാത്രമേ നമ്മുടെ ഈ അപ്പം ശരിയാവും. ഇനി ഇതിങ്ങനെ മറിച്ചിട്ടിട്ട് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അതായത് ഈ ഒരു സൈഡ് ബ്രൗൺ കളർ ആവണം. അതുവരെ ഇതിങ്ങനെ തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇതിങ്ങനെ തന്നെ കിട്ടണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തത്തിൽ ബ്രൗൺ കളറാക്കി എടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഈ അപ്പത്തിൻ്റെ ഒരു സ്റ്റൈൽ ഇതാണ്, 2 കളറായിട്ടാണ് ഇത് ഉണ്ടാവല്. കുറച്ച് വൈറ്റ് കളറും പിന്നെ ഫുള്ളായിട്ട് ബ്രൗൺ കളറായിട്ടാണ് ഉണ്ടാവല്. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ ഇത് നമ്മൾ പഴമൊന്നും ചേർക്കാത്തതുകൊണ്ട് നമുക്കൊരു 2 ദിവസം വരെ ഇത് പുറത്ത് വെച്ചിട്ട് കഴിക്കാം. ഇനി ഇത് ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ ഒരു 2 ആഴ്ച വരെയൊക്കെ കേടുവിടാണ്ട് വെക്കും. പുറത്ത് വെച്ച് തണുപ്പ് പോയതിന് ശേഷം അല്ലെങ്കിൽ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. മൈക്രോവേവിലോ അല്ലെങ്കിൽ ഒന്ന് ആവിയിലൊക്കെ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ കണ്ണൂരപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബേക്കറിയിൽ പോയിട്ടൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അങ്ങനെയെല്ലാം ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുന്നതിന് മുമ്പേ തന്നെ നമുക്കൊരു നല്ലൊരു ടൈറ്റായിട്ട് മൂടിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ടൈറ്റായിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലിട്ടിട്ട് മൂടിയിട്ടിട്ട് അടച്ചു വെക്കുകയാണെങ്കിൽ ഒരു 2-3 മണിക്കൂർ അടച്ചു വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു സോഫ്റ്റായിട്ട് നല്ലൊരു പഞ്ഞിയപ്പം പോലെയായിട്ട് കിട്ടും. നല്ല ചൂട് ചായയുടെ കൂടിയും അതുപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണിത്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടില്ലേ, ഉൾഭാഗം നല്ല സോഫ്റ്റായിട്ട് ഇതുപോലെയാണ് ഉണ്ടാവുക. ഉണ്ണിയപ്പത്തിൻ്റെ ഒരു ടേസ്റ്റേ അല്ല ഇതിനുണ്ടാവില്ലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക.
ഇൻഷാ അല്ലാഹ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.